Excellent film, excellent acting, excellent story. I love this film too much. We love this kind of films. We love this kind of stories. I myself, I'm telling about myself, my own. I don't like too much the actions and this thing, but I like this kind of classical and traditional stories. സൂപ്പറായിട്ട് പുതിയൊരു തീമാണ്. ഇന്ന് പുതിയ തലമുറയ്ക്ക് ഏറ്റവും അനുഭവസമ്പത്ത് ലഭിക്കുന്ന ഒരു പരിപാടിയൊക്കെ കാണുന്ന സിനിമയാണ്. നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ട്, അഭിനേതാക്കളൊക്കെ ഗംഭീരമാക്കി. നല്ല സിനിമയാണ്. കുറേ പുതുമുഖങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പെരുമ്പാവൂർ സ്ലാങ് ഒക്കെ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ വളരെ അവിടെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് തോന്നുന്നത്. കാരണം അല്ലെ അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പെരുമ്പാവൂർ സ്ലാങ് പറയാൻ പറ്റില്ല. നന്നായിട്ട് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമേനേക്കാൾ കൂടുതൽ ശരിക്കും നമ്മൾ നാട്ടിലുള്ള ചില വ്യക്തികൾ ശരിക്കും ഇങ്ങനെ കാണുന്ന പോലെ തോന്നും. ഒരു സിനിമ സ്റ്റൈലിലല്ല, വളരെ സർവ്വസാധാരണമായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് കണ്ട് എൻ്റെ കണ്ണുകൾ നിറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അണിയറ പ്രവർത്തകരോടും അതിൽ അഭിനയിച്ച നടീനടന്മാരോടും സംവിധായകനോടുമൊക്കെ ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സിനിമകൾ മലയാളത്തിൽ അന്യമായി പോയ പല സിനിമകളും അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കഥകൾ ഇപ്പോൾ തികച്ചും ഇത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് പുതുതായിട്ട് ഈ അവസരങ്ങളൊക്കെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഈ സിനിമ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് വീണ്ടും ഞാനിതിൻ്റെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിക്കുകയാണ്, ഇതിൽ അഭിനേതാക്കളെ അഭിനന്ദിക്കുകയാണ്. ഇത്തരം സിനിമകൾ ഉണ്ടാവട്ടെ, സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെല്ലാം സിനിമയായിട്ട് വരട്ടെ. എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. നവാസിൻ്റെ പോലെ രഹന ഒരുപാട് നാൾക്ക് ശേഷമാണ് സ്ക്രീനിൽ വരുന്നത്. വളരെ മനോഹരമായ തന്മയത്തോടു കൂടി അവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ കുറേ കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ. എനിക്ക് തോന്നുന്നു നവാസും രഹനയും അല്ലാതെ ബാക്കിയുള്ള എല്ലാവരും പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നു. അത് പുതുമുഖങ്ങളാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വളരെ മനോഹരമായി അവർ ചെയ്തിട്ടുണ്ട്. സിനിമ വളരെ നന്നായിട്ടുണ്ട്. വളരെ ശക്തമായിട്ടുള്ള സന്ദേശം നൽകുന്ന സിനിമയാണ്. ഇങ്ങനെ സിനിമയുടെ മാധ്യമത്തിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കൂടുതൽ ശക്തമായിട്ട് സമൂഹത്തിലേക്ക് നൽകാൻ പറ്റുള്ളൂ. ആ ദൗത്യത്തിൽ സിനിമ വിജയിച്ചിട്ടുണ്ട്. നല്ല സിനിമയാണ്. ഇപ്പോഴത്തെ തലമുറ കണ്ടിരിക്കേണ്ട കഥയാണ് ആ സിനിമയിലുള്ളത്. അടിപൊളി. രഹന നവാസും രഹനയുടെ വാപ്പയൊക്കെ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചു. നവോത്ഥാനം നടക്കണമെന്നുണ്ടെങ്കിൽ സാമുദായിക പരിഷ്കരണത്തിൽ കൂടി മാത്രമാണ് നടക്കുകയുള്ളൂ. അതിന് ബെറ്റർ മെസ്സേജാണ് നൽകിയിരിക്കുന്ന സിനിമ. നമുക്ക് വ്യത്യസ്തമായ മൂവികളാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. നാട്ടിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങളെ വ്യംഗ്യമായ ഭാഷയിലൂടെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സിനിമയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പോലെയുള്ള നല്ല കലാകാരന്മാരെ ഒരു കൊമേഡിയനായിട്ട് ആളുകൾ കണ്ടുകൊണ്ട് അയാൾക്ക് കിട്ടിയേക്കുന്ന കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും അങ്ങനെയുള്ളതായിരുന്നു. പക്ഷേ അവർക്കൊക്കെ മാറ്റം വരുത്താൻ പറ്റുന്ന നല്ല കഥകളുണ്ടെങ്കിൽ നല്ല കഥാപാത്രങ്ങളെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കും എന്നുള്ളതും കൂടെ ഒരു മെസ്സേജാണ്. ഡയറക്ടറാണ് അദ്ദേഹത്തിന് നല്ല ഡയറക്ഷൻ, അതുപോലെ ക്യാമറ വർക്കാണെങ്കിലും ഗംഭീരം. കലാഭവൻ നവാസ് വേറെ ലെവലാണ് അദ്ദേഹം. എന്താ പറയുക, നേരത്തെ ആണെങ്കിലും രഹന കലാഭവൻ നവാസ് ജോഡിയുടെ പല കണ്ണാടിക്കടവത്ത് പോലത്തെ സിനിമകൾ വന്നിട്ടുണ്ട്. വീണ്ടും ആ ജോഡി തിരിച്ചു വന്നിരിക്കുകയാണ്. കണ്ണ് നിറഞ്ഞു പോയി സത്യം പറഞ്ഞ് അവിടുത്തെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പുറത്തിറക്കി ഉള്ളൊരു സിനിമയാണ്. ശരിക്കും ഫീൽ ചെയ്യും പടം. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് അജീഷ് കോട്ടയം എന്ന മിമിക്രി കലാകാരൻ നല്ലൊരു വേഷം കിട്ടി. നല്ല സിനിമ. ഇഴ എല്ലാവർക്കും ഒരുപാട് യാഥാർത്ഥ്യങ്ങളോട് ജീവിതം കണ്ടുള്ള ഒരു ഫീലിംഗ് ആയിട്ട് ഏറ്റവും നല്ലൊരു പ്രേമയും അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. ഭർത്താക്കന്മാരായി സ്ക്രീനിൽ വീണ്ടും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകൻ എന്ന നിലയിൽ വളരെ സന്തോഷം തോന്നി. അതുപോലെ ഒരുപാട് പുതുമുഖങ്ങളും മത്സരിച്ച് തന്നെ